നമസ്കാരം. ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി പട്ടികയിൽ അപ്രതീക്ഷിത മാറ്റത്തിനൊരുങ്ങി കോൺഗ്രസ്. തൃശൂരിൽ TN പ്രതാപന് പകരം K മുരളീധരനെയും വടകരയിൽ ഷാഫി പറമ്പിലിനെയും ആലപ്പുഴയിൽ KC വേണുഗോപാലിനെയും പരിഗണിക്കുന്നു. വേണുഗോപാൽ ഇല്ലെങ്കിൽ ആലപ്പുഴയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥാനാർത്ഥിയാകും. വയനാട്ടിൽ രാഹുൽ ഗാന്ധിയും കണ്ണൂരിൽ K സുധാകരനും വീണ്ടും മത്സരിക്കും. മറ്റു മണ്ഡലങ്ങളിലും സിറ്റിംഗ് MPമാരെ നിലനിർത്തും. സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പ്രഖ്യാപിക്കുമെന്ന് KC വേണുഗോപാൽ അറിയിച്ചു. അപ്രതീക്ഷിത പേരുകൾ പട്ടികയിൽ ഉണ്ടാകുമെന്ന് K സുധാകരൻ പറഞ്ഞു. മല്ലികാർജ്ജുൻ ഖാർഗെയുടെ അധ്യക്ഷതയിൽ ഇന്നലെ രാത്രി ചേർന്ന കേന്ദ്ര തിരഞ്ഞെടുപ്പ് സമിതി യോഗം പട്ടിക സംബന്ധിച്ച് ചർച്ച നടത്തി. BJPയുടെ താരസ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപി മത്സരിക്കുന്ന തൃശൂരിൽ ഏറ്റവും കരുത്തുറ്റ സ്ഥാനാർത്ഥി എന്ന നിലയിലാണ് K മുരളീധരനെ രംഗത്തിറക്കാനുള്ള തീരുമാനം. പാലക്കാട്ട് VK ശ്രീകണ്ഠന് പകരം ഷാഫി പറമ്പിലിനെ മത്സരിപ്പിക്കുന്നത് പരിഗണിച്ചെങ്കിലും പിന്നീട് ഒഴിവാക്കി. വടകരയിൽ ഷാഫി വരുന്നത് വഴി പട്ടികയിൽ മുസ്ലിം പ്രാതിനിധ്യം ഉറപ്പായി. ആലപ്പുഴ തിരിച്ചുപിടിക്കാൻ വേണുഗോപാൽ തന്നെ ഇറങ്ങണമെന്ന് സംസ്ഥാന നേതൃത്വം ആവശ്യപ്പെട്ടു. സംഘടനാ ചുമതലയുടെ തിരക്കുകൾ മൂലം അദ്ദേഹം ഒഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ സ്ഥാനാർത്ഥിയാക്കും. വയനാടിന് പുറമെ രാഹുൽ ഗാന്ധി UPയിലെ അമേഠിയിലും മത്സരിച്ചേക്കും. UP സ്ഥാനാർത്ഥികളെ വരും ദിവസങ്ങളിൽ തീരുമാനിക്കും. മത്സരിക്കാൻ തയ്യാറാണെന്ന് സുധാകരൻ അറിയിച്ചതോടെയാണ് കണ്ണൂരിന്റെ കാര്യത്തിലുള്ള അനിശ്ചിതത്വം ഒഴിവായത്. തിരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ സോണിയാഗാന്ധി, KC വേണുഗോപാൽ, K സുധാകരൻ, VD സതീശൻ, ശശി തരൂർ, രമേശ് ചെന്നിത്തല തുടങ്ങിയവർ പങ്കെടുത്തു. ഭാരത് ജോഡോ ന്യായ് യാത്രയുടെ ഭാഗമായി ഗുജറാത്തിലുള്ള രാഹുൽ ഗാന്ധി വീഡിയോ കോൺഫറൻസിലൂടെ പങ്കെടുത്തു. അതേസമയം BJPയിൽ ചേർന്ന കോൺഗ്രസ് നേതാവ് പത്മജ വേണുഗോപാലിനെ വയനാട് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കുന്നത് പാർട്ടി പരിഗണിക്കുന്നു. പാർട്ടി കേരള പ്രഭാരി പ്രകാശ് ജാവഡേക്കറുടെ വസതിയിൽ ചർച്ചകൾക്ക് ശേഷമാണ് പത്മജ BJP ആസ്ഥാനത്തെത്തി അദ്ദേഹത്തിൽ നിന്ന് അംഗത്വം സ്വീകരിച്ചത്. വയനാട് മണ്ഡലത്തിൽ പത്മജയെ പരിഗണിക്കുന്നു എന്നത് ശരിയാണോ എന്ന ചോദ്യത്തിന് എല്ലാം കൂടി ഇപ്പോൾ എങ്ങനെ പറയും എന്നായിരുന്നു ജാവഡേക്കറുടെ മറുപടി. ഇന്ന് തിരുവനന്തപുരത്ത് കൂടുതൽ കാര്യങ്ങൾ പറയാമെന്നും അദ്ദേഹം പറഞ്ഞു. BDJSന് നീക്കിവെച്ച ചാലക്കുടി മണ്ഡലത്തിൽ പത്മജയെ മത്സരിപ്പിക്കുമെന്ന് അഭ്യൂഹമുണ്ടെങ്കിലും K കരുണാകരന്റെ മകൾ വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരെ സ്ഥാനാർത്ഥിയാകുന്നത് ദേശീയ തലത്തിലും രാഷ്ട്രീയമായി ഉപയോഗിക്കാമെന്ന് BJPയിൽ അഭിപ്രായമുണ്ട്. പകരം BDJSന് എറണാകുളം നൽകാനാണ് ഉദ്ദേശിക്കുന്നത്. നരേന്ദ്രമോദി എന്ന നേതാവിനെ രാഷ്ട്രീയത്തിനതീതമായി ബഹുമാനിച്ചിരുന്നുവെന്ന് പത്മജ പറഞ്ഞു. ഈ പാർട്ടിയെക്കുറിച്ച് കൂടുതൽ അറിയില്ലെന്നും പഠിക്കണമെന്നും അവർ പറഞ്ഞു. BJP നേതാക്കളായ അരവിന്ദ് മേനോൻ, ടോം വടക്കൻ എന്നിവരും കൂടെയുണ്ടായിരുന്നു. പാർട്ടി അധ്യക്ഷൻ JP നഡ്ഡയെ സന്ദർശിച്ച് പത്മജ കൂടിക്കാഴ്ച നടത്തി. പിതാവ് K കരുണാകരനെ പോലെ തന്നെ തനിക്കും കോൺഗ്രസിൽ നിരന്തര അവഗണന നേരിട്ടു. തൃശൂരിലെ തോൽവിക്ക് ശേഷം കോൺഗ്രസ് ഹൈക്കമാൻഡിനെ ബന്ധപ്പെടാൻ പലവട്ടം ശ്രമിച്ചെങ്കിലും നടന്നില്ലെന്നും പത്മജ വേണുഗോപാൽ പറഞ്ഞു. അതേസമയം AK ആന്റണിയുടെ മകൻ BJPയിൽ ചേർന്നപ്പോൾ സ്വീകരിച്ച അതേ സമീപനം K കരുണാകരന്റെ മകളുടെ BJP പ്രവേശനത്തിലും കോൺഗ്രസ് സ്വീകരിക്കും. ആന്റണിയെ ചേർത്ത് പിടിച്ചതുപോലെ കരുണാകരന്റെ ഓർമ്മകളെ ചേർത്ത് പിടിക്കും. അനിൽ ആന്റണിയുടെ നടപടിയെ വിമർശിച്ചതുപോലെ പത്മജയുടെ തീരുമാനത്തെ തുറന്നു കാട്ടും. BJPയെ കേരളത്തിൽ തടഞ്ഞു നിർത്തിയ നേതാവെന്ന ഖ്യാതിയുണ്ട് കോൺഗ്രസിൽ കരുണാകരന്. അച്ഛന്റെ ആത്മാവ് പൊറുക്കില്ലെന്ന് വികാരാധീനനായി K മുരളീധരൻ പറഞ്ഞത് അതുകൊണ്ടാണ്. മുരളി നേതൃനിരയിൽ പ്രമുഖനായി തുടരുന്നിടത്തോളം തനിക്ക് ആ പരിഗണന കോൺഗ്രസിൽ ലഭിക്കില്ലെന്നും പാർട്ടി വിടാൻ അതും കാരണമാണെന്നുമാണ് പത്മജ പലരെയും അറിയിച്ചത്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ചർച്ച ഡൽഹിയിൽ തുടങ്ങിയ ദിവസം തന്നെ കരുണാകരന്റെ മകളെ പാർട്ടിയിലെത്തിച്ച് BJP വാർത്ത സൃഷ്ടിച്ചു. അതിന് പ്രതികരണത്തിലൂടെ അമിത പ്രാധാന്യം നൽകേണ്ടെന്നാണ് കോൺഗ്രസിലെ ധാരണ. BJPയും CPMഉം പത്മജ വിഷയം ആയുധമാക്കുന്നതിലെ ജാള്യത്തിനുപുറം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകുന്നതിലൊന്നും കോൺഗ്രസ് കാര്യമായ അപകട സൂചന കാണുന്നില്ല. K മുരളീധരനും രമേശ് ചെന്നിത്തലയും പത്മജയുടെ തീരുമാനത്തോട് പ്രതികരിച്ചു. KPCC പ്രസിഡന്റ് K സുധാകരൻ ചുരുങ്ങിയ വാക്കുകളിൽ നിലപാട് വ്യക്തമാക്കി. പാർട്ടിയിലെ മറ്റു വനിതാ നേതാക്കളെ അപേക്ഷിച്ച് അർഹിക്കുന്നതിലധികം അവസരങ്ങൾ പത്മജയ്ക്ക് നൽകിയിരുന്നുവെന്ന് നേതാക്കൾ പറയുന്നു. അവസരങ്ങൾ പ്രയോജനപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞില്ല. മുരളീധരനൊപ്പം കരുണാകരൻ കോൺഗ്രസ് വിട്ട് DIC രൂപീകരിച്ചപ്പോൾ അതിലോ പിന്നീട് അവർക്കൊപ്പം NCPയിലോ പത്മജ ചേർന്നിരുന്നില്ല. പ്രവർത്തന രംഗത്തിറങ്ങാതെ കോൺഗ്രസിൽ തന്നെ തുടർന്നു. കരുണാകരനെ തിരിച്ച് കോൺഗ്രസിൽ എത്തിക്കാനും ശ്രമം നടത്തി. ഇതെല്ലാം കണക്കിലെടുത്ത് കരുണാകരൻ മരിച്ച ശേഷവും പത്മജയ്ക്ക് പരിഗണന നൽകിയിരുന്നുവെന്നാണ് കോൺഗ്രസ് നേതൃത്വം അവകാശപ്പെടുന്നത്.